നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മുതിർന്ന ഒരു പിന്നണി ഗായിക കൂടി വിടവാങ്ങി. പിന്നണി ഗായിക മാത്രമല്ല, നല്ല അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു CS രാധാദേവി. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള ഉപ്പളം റോഡിൽ 93 വയസ്സുവരെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ജീവിച്ച കലാകാരി. 1944 CS രാധാദേവി പിന്നണി ഗാന അഭിനയ രംഗത്ത് എത്തുന്നത്. അഭിനയ ലോകത്തേക്ക് തെക്കുറിശിയും പിന്നണി ഗാനാലാപന രംഗത്ത് തിരുനേനാർകുറിച്ചി മാധവൻ നായരുമാണ് രാധാദേവിയെ കൊണ്ടുവന്നത്. 13-ാം വയസ്സിൽ ബാലനടിയായി നാടകത്തിലെത്തി. 1944 യാചകമോഹിനി, അംബികാപതി 2 തമിഴ് സിനിമകളിൽ ബാലനടിയായി അവർ അഭിനയിച്ചു. തെക്കുറിശിയുടെ സ്ത്രീ എന്ന് പറഞ്ഞ പ്രശസ്തമായ നാടകമുണ്ട്. ആ നാടകം സിനിമയായപ്പോൾ അതിലെ 2ാം നായികയായി. നല്ല തങ്ക, ഹരിചന്ദ്ര, അവകാശി, മന്ത്രവാദി, പാടാത്ത പൈങ്കിളി, ഭക്തകുചേല തുടങ്ങി 14 സിനിമകളിൽ അവർ പിന്നണി ഗാനങ്ങൾ ആലപിച്ചു. തമിഴ് മലയാളം സിനിമകളിൽ 10 എണ്ണത്തിൽ അഭിനയിച്ചു. 1949 ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം വന്നപ്പോൾ അവിടെ സ്ഥിരം ആർട്ടിസ്റ്റായി മാറി 60 വർഷം ആൾ ഇന്ത്യ റേഡിയോയിൽ പ്രവർത്തിച്ചു. സെൻസർ ബോർഡ് അംഗമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി വിശിഷ്ട അംഗത്വം നേടിയിട്ടുണ്ട്. ഗുരുപൂജ പുരസ്കാരം നേടിയിട്ടുണ്ട്. ടാഗോർ ജയന്തി അവാർഡ് നേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. നാട്യഗ്രഹം അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ നേടിയ CS രാധാദേവി എന്ന് പറഞ്ഞ തലമുതിർന്ന പിന്നണി ഗായികയും അഭിനേത്രിയും 93-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വാരം ഈ ലോകം വിട്ടുപോയി. ആ പ്രിയപ്പെട്ട കലാകാരിക്ക്, ആ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആത്മാഞ്ജലി നേരുന്നു. നമസ്കാരം. അമ്മയെ അറിയാൻ എന്ന് പറയുന്നത് ജോൺ അബ്രഹാമിന്റെ ഒരു സിനിമയായിരുന്നു. നമ്മളെ ജോയി മാത്യു നായകനായ. ഇപ്പോ നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയാണ്. ചില വിവരം കിട്ടന്മാര് AMMA എന്നൊക്കെ പറയും. ഞാൻ അമ്മ എന്നേ പറയും. രസകരമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. വഴിയെ പറയാം അതിൻ്റെ തമാശകൾ. അമ്മയുടെ അടുത്ത ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആഗസ്റ്റ് 15-ാം തീയതി നടത്താൻ നിശ്ചയിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്. അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് അന്നറിയാം. വിവിധ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കുമായി താരങ്ങൾക്കിടയിൽ ആരൊക്കെയോ അടുത്ത അമ്മ ഭാരവാഹികൾ എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. വ്യക്തികളും തുടങ്ങിയിരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ വാട്സാപ്പിൽ ഒരു സംഘടിതമായും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഗ്രൂപ്പിലൊക്കെ വരുന്ന കാര്യങ്ങൾ വായിച്ചാൽ അറിഞ്ഞാൽ തലതല്ലി ചിരിച്ചു പോകും. ഇവരാണ് ഇനി അടുത്ത അമ്മയുടെ ഭരണാധികാരികളാവാൻ വേണ്ടി മത്സരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടേ പറ്റൂ എന്ന് മാപ്രകളുടെ നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണല്ലോ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുകയും പിന്നാലെ പലരും രംഗത്തെത്തി ഉണ്ടയുള്ളതും ഉണ്ടയില്ലാത്തതുമായ വെടിപൊട്ടിക്കുകയും അതിൽ അമ്മയുടെ ഭാരവാഹികളായിരുന്ന സിദ്ദിഖിന്റെയും ബാബുരാജിന്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ, ഇടവേള ബാബുവിന്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ പരാതികൾ ഉയരുകയും രാജിയിലേക്ക് പോയത്. പകരം ആളുകളെ കോപ്റ്റ് ചെയ്യാതെ കമ്മിറ്റി തന്നെ രാജിവെക്കാവുന്ന മോഹൻലാലിന്റെ തീരുമാനം നടപ്പിൽ വരികയും ചെയ്തു. ന്യായീകരിക്കാനാവാത്ത നിലപാടായിപ്പോയി മോഹൻലാലിൻ്റെത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പലർക്കും അമർഷം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അറിഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റി മുഴുവൻ രാജിവെക്കാവുന്ന മോഹൻലാൽ വാശി പിടിച്ചത് അതിൽ ചില ജനറൽ സെക്രട്ടറി ആവാനും പ്രസിഡന്റ് ആവാനും ഒക്കെ ഉടുപ്പടിച്ച് നടന്ന ചിലരുടെ വെപ്രാളവും ചിലരുടെ തരം കണ്ടതുപോലുള്ള വർത്തമാനവും ഒക്കെ വന്നതുകൊണ്ടാണ് ബുദ്ധിമാനായ മോഹൻലാൽ അത് വേണ്ട, ആ പരാതിയുള്ളവർ മാത്രമായിട്ട് അങ്ങനെ രാജിവെക്കേണ്ട, നമുക്ക് മൊത്തം അങ്ങ് രാജിവെച്ചേക്കാം, പുതിയ ഭാരവാഹികൾ വരട്ടെ എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള സിനിമാക്കാരൊക്കെ
തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുക, അല്ലെങ്കിൽ അത് വാസ്തവത്തിൽ അത് പീഡിപ്പിക്കലായിരുന്നില്ല, വ്യഭിചാരമായിരുന്നു എന്ന് ഞാൻ പറയും എന്ന പരാതി ഒരു സദ്ഗുണ സമ്പന്ന കൊടുത്തതിലാണല്ലോ ആകെ അവതാളത്തിലായത് അമ്മയടക്കം. അമ്മ ഭാരവാഹികൾ രാജിവെക്കേണ്ടി വന്നു. പിന്നെ വേറൊരു പരാതി കൊടുത്ത കൊച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാരണം സ്വന്തം കഷം പൊക്കി കാണിച്ചിട്ട് അവിടെ വളർന്നു കിടക്കുന്ന മുടിയുടെ ഫോട്ടോ സ്വയം എടുത്ത് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന സ്വന്തം കാടാണെന്ന് അഭിമാനത്തോടെ കുറിച്ച ഒരു കുട്ടിയാണ് പരാതിക്കാരിൽ ഒരാൾ. ആലോചിച്ച് നോക്കൂ, കൃഷി സ്നേഹിയായ ഒരു പെങ്കൊച്ചിന്റെ പരാതിയാണെന്ന് പറയാം. നമ്മളെ CPIയുടെ കൃഷി വകുപ്പ് മന്ത്രി അവർക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം കർഷത്ത് സമ്പന്നമായ മുടി വളർത്തിയിട്ട് അവർ തന്നെ പറയുകയാണ് ഞാൻ വളർത്തിയിട്ടിരിക്കുന്ന കൃഷി ചെയ്തിട്ടിരിക്കുന്ന മുടിയാണ്. അവരൊക്കെയാണ് ഈ പരാതിക്കാർ, നല്ല ഡീസന്റ് ബാച്ചുകളാണ്. ഇയാൾക്കും സിദ്ദിഖിന് മോളുള്ളതല്ലേ, ഇങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യാമോ എന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ സദാചാര പാലകനായൊരു മാന്യൻ ചോദിക്കുന്നത് കേട്ടു. അയാൾക്ക് മോളുള്ളതല്ലേ, അയാൾക്ക് മോളുണ്ടെങ്കിൽ അയാൾ അന്തസ്സായിട്ട് അഭിമാനമായിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വളർത്തുന്നു. ഇതുപോലെ കഷം പൊക്കി കാണിച്ചിട്ട് കൃഷി നടത്തുന്ന പടമൊന്നും സിദ്ദിഖിന്റെ മക്കളിട്ടായിട്ട് എനിക്ക് അറിയില്ല, ഒരു മോളെ ഉള്ളെന്ന് തോന്നുന്നു. അയാൾ മര്യാദയ്ക്കാണ് മക്കളെ വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് അയാളുടെ മകളെ കുറിച്ച് കുണ്ടുതം തോന്നേണ്ട ഒരു കാര്യമില്ല. സ്വന്തം അച്ഛനമ്മമാരെയും കൂട്ടുകാരിയെയും ഹോട്ടൽ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് നടന്റെ മുറിയിൽ ചെന്ന് അയാൾ മീനും കൂട്ടി ചോറുണ്ണുന്നത് കണ്ടിരുന്നിട്ട് ഇനി അയാൾ ഉരുള വാങ്ങിച്ച് തിന്നോന്ന് അറിയില്ല. അയാളോടൊപ്പം മണിക്കൂറുകൾ ചെലവിട്ട് സന്തോഷമായി യാത്ര പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് എന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടര് നമ്മുടെ നാട്ടിലുണ്ട്. സദാചാര പാലകർ, സ്ത്രീ സംരക്ഷകർ, സ്ത്രീകൾക്ക് വേണ്ടി ചാവാൻ തയ്യാറായി നടക്കുന്നവരാണ്. എടാ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കട്ടെ. ഒരുത്തനെ കാണാൻ പോകുമ്പോൾ ഒന്നാമത് അയാളെ കണ്ടിട്ട് കാര്യമില്ല. സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ സംവിധായകനെ നിർമ്മാതാവിനെയാണ് കാണേണ്ടത്, തിരക്കഥാകൃത്തിനെയും കണ്ടാൽ കിട്ടും. ഇതൊരു നടനെ കാണാൻ ചെല്ലുന്നു, അയാളുള്ള ഹോട്ടലിലേക്ക് പരിവാരത്തോടെ ചെല്ലുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും കൂട്ടുകാരിക്ക് ഇവിടെ ഇരി, ഞാൻ ഒറ്റയ്ക്ക് പോവാമേ എന്ന് പറഞ്ഞ് പോയിട്ട് അയാൾ മീനും കൂട്ടി കുഴച്ച് തിന്നോണ്ടിരിക്കുന്നത് നോക്കേണ്ടിരുന്നു എന്ന് പരസ്യമായി അവർ തന്നെ പറഞ്ഞു. എന്നിട്ട് എന്നെ പീഡിപ്പിച്ചതെന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ട് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ 5 മിനിറ്റ് വേണ്ട. പീഡിപ്പിച്ചുവെങ്കിൽ ചെന്നൊരു പരാതി കൊടുക്കട്ടെ. അതിന് പകരം പരാതി ഒന്നും കൊടുക്കാതെ പോയിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നെ പീഡിപ്പിച്ചതെന്ന്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ എംബോക്കികളുണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ വിരോധികളും ഉണ്ട്. അമ്മയെ വിരോധത്തോടെ കാണുന്നവരുണ്ട്, അമ്മയ്ക്കകത്തുമുണ്ട്. കാരണം യമനിട്ടൊരു പണി ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ആണ് തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി രാജിയിലേക്ക് പോയത്. കാരണം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ തന്നെ പരാതി വരുമ്പോൾ, പീഡന പരാതി വരുമ്പോൾ ഇനി അത് നിലനിർത്തണ്ട എന്ന് മോഹൻലാൽ എടുത്ത നിലപാട് മോഹൻലാലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ കറക്റ്റാണ്. പണ്ടുള്ളവർ പറയും പോലെ നെഞ്ചിലെ കല്ലിറങ്ങി ഒരു കൂട്ടർക്കെന്ന് പറയാം. കാരണം മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന അമ്മയെ തൊലയ്ക്കാനായല്ലോ. എന്തായാലും ഇനി പ്രസിഡന്റ് സ്ഥാനത്തിന് ഞാനില്ല എന്ന് അസന്നിഗ്ധമായി മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു. ആരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാതിരിക്കുകയും മോഹൻലാലിന് ഏകകണ്ഠമായി ജനറൽ ബോഡി അദ്ദേഹത്തിന്റെ പേരിൽ ഇനി ഇദ്ദേഹം തന്നെയാണ് ജനറൽ ബോഡി അല്ല പ്രസിഡന്റ്, ഞങ്ങൾ ആരും മത്സരിക്കുന്നില്ല എന്ന് അമ്മയിലുള്ളവർ തീരുമാനം എടുത്താൽ എന്താവും സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രസിഡന്റ് ആവാൻ ഉൾപ്പെടിച്ച എത്രയോ പേര് നടക്കുകയില്ലേ. ഞാനാവാം നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചാൽ ഞാനാവാന്ന് പറഞ്ഞ എത്രയോ പേര് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് പ്രസിഡന്റ് ആവാൻ. 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു വർഷം പോലും തികയ്ക്കാതെ ഭരണസമിതി രാജിവെക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 30 സ്ഥാനമേറ്റെടുത്തു. ഓഗസ്റ്റ് 27 രാജിവെച്ചു. 2 മാസം പോലും തികയ്ക്കാനായില്ല എന്നുള്ളതാണ്. വിജയരാഘവൻ, നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ആകണം, കുഞ്ചാക്കോ ബോബൻ ജനറൽ സെക്രട്ടറി ആകണം എന്നൊരു ഫോർമുല ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിജയരാഘവൻ പ്രസിഡന്റും ജോയി മാത്യു ജനറൽ സെക്രട്ടറിയും ആകട്ടെ എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. അതിലേറെ പേരും അമ്മയിലുള്ളവരല്ല എന്നുള്ളതാണ് തമാശ. ജോയി മാത്യുവിനെ പിന്തുണച്ച് പുറത്തുനിന്നൊക്കെയാണ്, നമ്മൾ രാജൻ ജോസഫിനെയൊക്കെ പോലുള്ള പുറത്തുള്ളവരാണ് പൊക്കിവിടുന്നത്. അവർക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ? അമ്മയിലെ അംഗങ്ങളല്ലേ വോട്ട് ചെയ്യാറ്. പക്ഷെ അവരൊക്കെ പറയുന്നത് വിജയരാഘവൻ പ്രസിഡന്റ് ആവട്ടെ, ജോയി മാത്യു ജനറൽ സെക്രട്ടറി ആവട്ടെ എന്നാണ് പറയുന്നത്. സ്വഭാവ നടനായി നല്ല നല്ല വേഷങ്ങൾ വിജയരാഘവൻ ഇപ്പോൾ ചെയ്ത് സജീവമാണ്.
ആരെയും പിണക്കാതെ തഞ്ചത്തിൽ സംഘടനയെ കൊണ്ടുപോകാൻ പറ്റിയ പേരുകളിൽ ഒന്നാം നിരക്കാരനാണ് താനും. വിജയരാഘവൻ അങ്ങനെ ഒരു ഗുണമുണ്ട്. ആരെയും പുള്ളി എന്താ പറയുക, മോശം വർത്താനം പറയില്ല, പിണങ്ങിയില്ല, എല്ലാവരെയും സൗഹാർദ്ദത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു തഞ്ചം അദ്ദേഹത്തിനുണ്ട്. അതിലെനിക്ക് തർക്കമൊട്ടുമില്ല. ജോയ് മാത്യു ഏത് പോസ്റ്റിൽ വന്നാലും അമ്മയ്ക്ക് ഗുണകരമാകില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം WCC വീണ്ടും അമ്മയിൽ നുഴഞ്ഞു കയറാനുള്ള ഒരു പാലമായി ജോയ് മാത്യു ജനറൽ സെക്രട്ടറി ആയാൽ അതൊരു പാലമായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും. ജോയ് മാത്യു എന്ന് പറയുന്നത് കൂറിങ്ങും ചോറങ്ങും, അല്ലെങ്കിൽ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. കാരണം അമ്മയിൽ നിന്നുകൊണ്ട് WCCക്ക് പിന്തുണ കൊടുക്കുന്ന ഒരാളാണ്. WCC ആണെങ്കിൽ അമ്മയെ എങ്ങനെ കട്ടപ്പുറത്ത് വയ്ക്കാം എന്ന് ആലോചിക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ഗുണത്തെക്കാൾ ദോഷം ജോയ് മാത്യു അമ്മ എന്ന സംഘടനയ്ക്ക് സംഭാവന ചെയ്യാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ വ്യാജ കത്തും വ്യാജ ഫോൺ വിളിയും വ്യാജ പോസ്റ്റർ ഒട്ടിക്കുന്നതിനുമായ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ ഒതുക്കാനായിട്ട് ഫിഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി 3 വർഷവും വൈസ് പ്രസിഡന്റായി 3 വർഷവും എടുത്തിരുത്തിയിട്ട് കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ B ഉണ്ണികൃഷ്ണന്റെ ബുദ്ധി ഉപയോഗിക്കാനാണോ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ അമ്മയുടെ മാപ്പിളയാകാൻ നടക്കുകയും WCCയുടെ ചങ്ങാതിയാകുകയും ചെയ്യുന്ന ജോയി മാത്യുമാർ വേണോ അമ്മ ഭരിക്കേണ്ടത് എന്ന് ബുദ്ധി പണയം വയ്ക്കാത്ത വോട്ടർമാർ തീരുമാനിക്കട്ടെ. അയാൾക്ക് വേണ്ടി യൂട്യൂബ് ചാനലുകളിലെ കുറച്ച് മുഖങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. ഇവരെല്ലാം ഈ പരിശ്രമം നടത്തുന്ന ഒറ്റ എണ്ണം സദാചാര പാലകരല്ല, ലംഘകരാണെന്ന് ഞാൻ പറയും. അതാണ് രസകരമായ കാര്യം. എൻ്റെ ജീവിതം, ഞാൻ സദാചാര പാലകനൊന്നുമല്ല, പക്ഷെ ഞാൻ ചെയ്യും. ഞാൻ സദാചാരത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ എന്ന് പറയുന്ന കുറേ എണ്ണമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. മൈക്കെന്ന കോലും കൊണ്ടുവന്ന് കണ്ണിക്കുത്തിയ മാപ്രയോട് പോലും തമാശ പറഞ്ഞു പോകുന്ന മോഹൻലാലിന് അമ്മയെ നയിക്കാനാകും. ക്ഷമയുടെ മൂർത്തരൂപമാണല്ലോ മോഹൻലാൽ. വേറെ ആരാണെങ്കിലും ആ മൈക്ക് പിടിച്ചു വച്ച് നിലത്തടിച്ചത്. പക്ഷെ അദ്ദേഹം തുടരില്ല. നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും ഒരു മുഖമാകുന്ന ഒരു നായകനായ ചെറുപ്പക്കാരൻ 1-2 പടം വൃത്തിയായി ഓടിയപ്പോൾ ഇനി ഞാനാണ് സൂപ്പർ സ്റ്റാർ, കൊണ്ടുപോവാ 10 കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. കഥ ആവശ്യപ്പെടുന്ന ബജറ്റ് 15 കോടിയാണെങ്കിൽ ചുരുങ്ങിയത് 30 കോടി മുടക്കുന്ന സിനിമകളിലേ ഇനി ഞാൻ അഭിനയിക്കൂ എന്ന് പറയുന്ന ഈ പൊട്ടൻ ചെറുക്കൻ അവൻ്റെ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റിൽ മോഹൻലാലിൻ്റെ മാത്രമല്ല ആർക്കും ഒരു പരാതിയും പരിഭവവും പറയാൻ പറ്റാത്തത്ര സിമ്പിളായി ജീവിക്കുന്ന പ്രണവിനെ പോലും തരംതാണ രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞത് കേട്ടതിന് ശേഷമാണ് ഞാനിനി അമ്മയുടെ തലപ്പത്തേക്കില്ല എന്ന തീരുമാനം മോഹൻലാൽ ഉറപ്പിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രണവിനേക്ക് ആർക്കെങ്കിലും ഇച്ചുപോന്ന് പറയാൻ പറ്റും? അയാൾ ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുന്ന ആളല്ലേ. ഈ പൊട്ടൻ 2 പടം ഓടിയപ്പം ഞാനാണ് മലയാളത്തിലെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലെന്ന് ചിന്തിക്കുന്ന ഒരു വങ്കൻ അവൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് ഇപ്പോൾ പറയാണ്, എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു, അവരെന്തൊക്കെയോ വൃത്തികെട്ട പോസ്റ്റുകളിൽ കള്ളം പറയുന്നതാണ്. നട്ടാ കുറുക്കാത്ത കള്ള പറയണേ. കാരണം ഈ പ്രണവിനെ കുറിച്ച് ഇട്ടത് മോഹൻലാൽ അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴായിരിക്കണം എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് തോന്നുന്നതൊക്കെ വാരി ഇടുന്നു എന്ന്. ഹാക്ക് ചെയ്താൽ അപ്പം തന്നെ പോലീസിൽ സൈബർ സെല്ലിൽ അറിയിക്കണ്ടേ? അതൊന്നുമല്ല. മഴയത്ത് കിളിർത്ത തകര പോലെ 2 പടം ഓടിയപ്പോൾ കൺട്രോൾ പോകുന്നവനും വിവരം കെട്ട പോസ്റ്റുകൾ ഇട്ടിട്ട് പാരയാകും എന്നാകുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്ത് ഞാൻ അറിയാതെ ആരോ പോക്കൃത്തരം എഴുതി വിടുന്നു, ഞാനല്ല അതിന് ഉത്തരവാദി എന്ന് പറയുന്ന ഇവനെയൊക്കെ മുഖവിലക്കെടുക്കുന്ന മോഹൻലാലിനെ വേണം വഴക്ക് പറയാനെന്ന് ഞാൻ പറയും. യവനൊക്കെ 1000 പോസ്റ്റ് ഇട്ടാലും മോഹൻലാലിനോ പ്രണവിനോ ഒരു ചുക്ക് സംഭവിക്കില്ലെന്നേ. പക്ഷെ അത് കേട്ടുകൊണ്ട് ഞാൻ എന്തിന്, അല്ലെങ്കിൽ എൻ്റെ മകനെ പറ്റി അനാവശ്യം പറയുന്ന, ഞാൻ ഈ സംഘടനയിൽ ഇനി ഇരിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന മോഹൻലാലിനെ വേണം വഴക്ക് പറയാൻ. ജഗദീഷ്, നമ്മുടെ നടൻ ജഗദീഷിന് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകാനുള്ള ആഗ്രഹമുണ്ടെന്ന് പലരും പറയുന്നു. ജഗദീഷും അത് നിഷേധിച്ചിട്ടില്ല. എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ് ജഗദീഷ് ഏട്ടൻ. പക്ഷേ വിളിച്ചു ചോദിക്കാൻ ഒരു മടി. കാരണം അദ്ദേഹം ഒരിക്കലും സത്യം പറയാൻ ഇടയില്ല. അതുകൊണ്ട് വിളിക്കേണ്ട എന്ന് വെച്ചു. സ്വഭാവ വേഷങ്ങളിൽ നന്നായി തിളങ്ങുന്ന സമയമാണ് ഇപ്പോൾ ജഗദീഷിൻ്റെത്. പക്ഷേ നല്ലൊരു പക്ഷത്തിന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാകുന്നില്ല. തരം കണ്ട പോലെ അദ്ദേഹം പറഞ്ഞു കളയും എന്നാണ് അവർ പറയുന്ന മൈനസ്. പീഡന പരാതി വാർത്ത പുറത്തു വന്നപ്പോൾ പത്രക്കാരെ കണ്ട സിദ്ദിഖിൻ്റെയും മുകേഷിൻ്റെയും കൂടെ അനുഭാവം പ്രകടിപ്പിച്ച് പത്രസമ്മേളനത്തിൽ കൊച്ചിയിൽ ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് നേരെ സമ്മർ സാൾട്ട് അടിച്ച
ക്യാരക്ടറാണ് കക്ഷിക്ക് എന്നാണ് അനഭിമതനായി കാണുന്ന പലരും പറയുന്നത്. അത് നല്ല രസമുള്ള കാര്യമില്ല. ആലോചിച്ചോക്കെ, കൊച്ചിയിൽ ഈ പീഡന പരാതി വന്നപ്പോൾ എന്താണ് ഞങ്ങളുടെ വേർഷൻ എന്ന് സിദ്ദിഖും മുകേഷും പറയുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ചാനലുകളിലെല്ലാം പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്നടം തന്നെ സിദ്ദിഖിനെതിരെ ആഞ്ഞടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനഭിമതനാവുന്നത് എന്ന് പറയുന്നു. ജഗദീഷ് പ്രസിഡന്റും ഉർവശി ജനറൽ സെക്രട്ടറിയുമായ ഒരു പാനൽ വരും എന്നൊരു വാർത്ത അനന്തതയിൽ അല്ലെങ്കിൽ ക്ലൗഡിൽ പടരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിജയ ഫോർമുലയായി ഈ ടീം മാറും എന്ന വിശ്വാസവും എനിക്കില്ല. കാരണം ഒരു സംഘടന നയിച്ചുകൊണ്ടുള്ള പാഠവും ഒന്നും ഉർവശിക്കില്ല. അവർക്ക് ഈ കാണുമ്പോൾ കൊച്ചു വർത്താനം തമാശകൾ പറഞ്ഞു പോകാന്നുള്ള അല്ലാതെ ഒരു സംഘടനയെ നിലനിർത്തിക്കൊണ്ടുള്ള വിൽപ്പവറന്ന് ഉർവശിക്കൊണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. സിദ്ദിഖിന്റെ പേരിൽ പീഡന ആരോപണം വരികയും അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു. ഒപ്പം അമ്മയുടെ ഭരണസമിതി ആടി ഒലിയുകയും ചെയ്തു. ഇപ്പോൾ ബാബുരാജ് അടക്കം ആരൊക്കെയോ മുൻകൂർ ജാമ്യം എടുത്തു. അവർക്കൊന്നും മത്സരിക്കാനോ ഇതിന്റെ സാരഥിയായിരിക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു സിദ്ദിഖിനും ഒരു ഇടവേള ബാബുവിനും മാത്രമേ ഉള്ളൂ ഈ ഇണ്ടാസുകൾ വന്നപ്പോൾ എല്ലാവരും എതിർക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും ബാബുരാജിന് ഇങ്ങനെ ഒരു കേസിൽ പെട്ടു എന്നുള്ളത് ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അമ്മയിലുള്ള കുറെ പെണ്ണുങ്ങൾ. അത് അമ്മയല്ല, AMMA ആണ്, പീഡകന്മാരാണ് അവിടെ ഉള്ളത്. MLA ആയ മുകേഷ് പീഡിപ്പിച്ചു, പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബാലചന്ദ്ര മേനോൻ പീഡിപ്പിച്ചു, ഇടവേള ബാബു പീഡിപ്പിച്ചു തുടങ്ങി പീഡകന്മാർ മാത്രമുള്ള സംഘടനയായി മുദ്രകുത്തി ഇവിടുത്തെ സദാചാര പാലകർ. ഒരു കൂതറ സ്ത്രീ പറഞ്ഞത് കേട്ടുകൊണ്ട് അയ്യോ അവരെ കുറിച്ചൊക്കെ ഇപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്താണ് വിട്ടത്. പക്ഷെ പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ എനിക്ക് കുടുംബ വീടുമല്ലേ, എപ്പോഴെങ്കിലും കയറി പോകാമല്ലോ എന്നാണ് പറഞ്ഞത്. നമുക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ചമ്മലാണ്, പേടിയാണ്. ഇത് എനിക്ക് വേണം ജനിച്ചത് പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പുറത്ത് പേര് വന്ന വമ്പന്മാർ മാത്രമാണോ പീഡകന്മാരും ബാക്കിയുള്ള എല്ലാവരും സദാചാര പാലകരാണോ അമ്മയിലുള്ളത്? നെഞ്ചു കൈ വെച്ച് എത്ര പേർക്ക് പറയാം? ഈ ലിസ്റ്റിൽ വന്ന ബാലചന്ദ്രമേനോനാകട്ടെ, മുകേഷ് ആകട്ടെ, സിദ്ദിഖ് ആകട്ടെ, ബാബുരാജ് ആകട്ടെ, അല്ലെങ്കിൽ ഇടവേള ബാബു ആകട്ടെ, ഇവർ മാത്രമാണോ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ പീഡനം നടത്തി എന്ന് പരാതി വന്നിട്ടുള്ളത്? ആ പരാതി വരാത്ത എല്ലാവരും മാന്യന്മാരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് ഞാൻ വിളിക്കും. അങ്ങനെ ആര് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെയൊക്കെ ഞാൻ പൊട്ടൻ എന്നേ വിളിക്കൂ. ഒരാളിൻ്റെ സമ്മതമില്ലാതെ അധികാരഗർവോ അവസര മുതലെടുപ്പോ ഒക്കെ നടത്തുന്നവന്മാരെയും അവളുമാരെയും പരമ പുച്ഛമുള്ള ഒരാളാണ് ഞാൻ അതിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ്. ഒരാളിനോട് എന്താ പറയുക, അധികാരത്തിന്റെ ഗർവ് വെച്ചുകൊണ്ട് എന്നോട് കിടക്കണം എന്ന് പറയുന്നവന്മാരായാലും ശരി, അല്ലെങ്കിൽ അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്നവരോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനാണ് ഞാൻ. പരമ പുച്ഛമാണ് എനിക്ക് അവരോട്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ജീവിതത്തിൽ ഇതുവരെ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവസരം കിട്ടാനായി, അവസരം കിട്ടിയതിനും എൻ്റെ ആഗ്രഹം അതാണ്, സമ്മതമാണോ എന്ന് ചോദിച്ച് വാങ്ങുന്നവരും ഇദ്ദേഹത്തോട് വിട്ടുവീഴ്ച കാണിച്ചാൽ എനിക്ക് ഗുണകരമാകാം എന്ന് ചിന്തിക്കുന്നവരോടും ഒന്നുമില്ലാത്ത ഒരു നപുംസക കൂട്ടായ്മയാണ് സിനിമയിലെ സദ്ഗുണ സമ്പന്നരായ അംഗങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും. ഇപ്പോ ഒരാൾ പറയുന്നു എന്നോട് സഹകരിച്ചാൽ അവസരം തരാം, പോടാവില്ലേ, സഹകരിക്കില്ല എന്ന് പറഞ്ഞ് പോണ്ടേ, അത് പോവാതെ അവസരം തരുമോ, ഞാൻ സമ്മതം. അല്ലെങ്കിൽ ഇയാളെ ഒട്ടി നിന്നാൽ നമുക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞ് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നെ പോയി പീഡനം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾക്ക് സമ്മതമാണോ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു സഹശയനം നടത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു കാര്യം ചെയ്തു തരാം എന്ന് പറയുന്നത്. കാരണം ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ഇവിടെ നടക്കണേ. ഇപ്പോൾ ബാലചന്ദ്രമേനോൻ പണ്ട് പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളൊന്നും ഇല്ല സിനിമയിൽ ദിനേശ് എന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. വെറും ഏണിയാണ് ദിനേശ്, കയറിപ്പോകാനുള്ള ഏണിയായിട്ട് മാത്രമേ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കൂ. കയറിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് ആ ഏണിയെ ചവിട്ടി താഴെ തള്ളിയിടും എന്നാണ് എൻ്റെ ഒരിക്കൽ കേരളം ഒതുക്കി വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ബാലചന്ദ്രമേനോൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം ചെന്ന് ഒരുത്തൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ അതിൽ നായികയാക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അവൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചേന്ന് പറഞ്ഞാൽ അവനും ഭാര്യയും 2 മക്കളും ഉള്ളതാണ്. ഇങ്ങനെ നടക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെടാത്ത
10 പേരെ അമ്മയിലെ അംഗത്വമുള്ള ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞാൽ എൻ്റെ ഊപ്പാട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ ഗുണത്തിനല്ലാതെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ പ്രലോഭിപ്പിച്ച് പറ്റിക്കുന്ന ചതിക്കുന്ന രീതി 100% തെറ്റാണ്. നീയാണ് അടുത്ത പടത്തിലെ നായിക. സിനിമ തുടങ്ങുന്നവരെ എൻ്റെ കസ്റ്റഡിയിൽ നീ നിന്നാൽ നിന്നെ നായികയാക്കും എന്ന് പ്രലോഭിപ്പിച്ച് സർക്കാർ കൊടുത്ത ഫ്ലാറ്റിൽ, സർക്കാർ കൊടുത്ത ചുവന്ന ബോർഡ് വെച്ച കാറിൽ കൊണ്ട് നടന്ന് 1 വർഷത്തോളം ഉപയോഗിച്ചിട്ട് പടം തുടങ്ങിയപ്പോൾ വേറൊരുത്തിയെ നായികയാക്കുന്നത് ചെറ്റത്തരമാണ് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ചതിയിൽ വഞ്ചന പാടില്ല. എന്നിട്ടോ അവള് കേസ് ഫയൽ ചെയ്തു. ആ പെൺകുട്ടി എന്തു പറഞ്ഞ്? എന്നെ നായികയാക്കാമെന്ന് ഉറപ്പ് തന്ന് എന്നെ 1 വർഷം ഉപയോഗിച്ചിട്ട് എന്നെ പറ്റിച്ചു, എനിക്ക് നഷ്ടപരിഹാരം നൽകണം, അല്ലാതെ വേറൊന്നുമല്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉപയോഗിച്ച് എൻ്റെ പൈസ കിട്ടണം. ന്യായമായ കാര്യമല്ലേ ആ പെൺകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പഴയൊരു ഫയലിൽ ആ കേസ് ഇപ്പോഴും ഉറങ്ങുന്നു വർഷങ്ങളായിട്ട്. അതിൻ്റെ പുറത്ത് ആരോ കെട്ടുകളൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ആ ഫയൽ ഇതുവരെ അനങ്ങിയിട്ടില്ല. കാരണം എൻ്റെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. ആ പാർട്ടിയിലെ ഏതോ തലപ്പത്തുള്ള, എനിക്കറിയാം ആളിനെ, തലപ്പത്തുള്ളവന്മാർ വിളിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അതിനെ അവിടെ വെച്ചു. എന്നിട്ട് ഈ എന്താ പറയുക, പിടിപാടുണ്ട് ഈ പെൺ പിടിയന് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണല്ലോ വട്ടിയൂർക്കാവിലെ ആ ഫയൽ അനങ്ങാത്തത്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പെൺകുട്ടിയുടെ കേസെടുത്ത ഭാര്യ ഭർത്താക്കന്മാരായ വക്കീലന്മാർക്കും മീഡിയേറ്ററായി നിന്ന ഒരാൾക്കും ആ പെൺകുട്ടിക്കും കൂടി 25 ലക്ഷം രൂപ എറിഞ്ഞു എന്നാണ് പറയുന്നത് ഈ സംവിധായകൻ. ഈ ചുവന്ന ബോർഡും വെച്ച് നടന്ന സാംസ്കാരിക നായകൻ 25 ലക്ഷം രൂപ ചെലവിട്ടു എന്ന് പറയുന്നു. ആ 2 വക്കീലന്മാർക്ക്, ഭാര്യയും ഭർത്താവുമായ വക്കീലന്മാർക്കും ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന ഒരാളിനും ഈ പെൺകുട്ടിക്കും കൂടി 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് ആ വട്ടിയൂർക്കാവിലെ ഫയൽ പിന്നെ പൊങ്ങാത്തത്. ആ കുട്ടി പിന്നെ ചോദിക്കാത്തതും അതുകൊണ്ടാണ്. അവളുടെ പാട്ടിന് പോയി. സംവിധായകൻ 5 വർഷവും ചിലർ ദിവസവും സർക്കാരിന്റെ സിനിമാ സ്ഥാപനത്തിൽ തല തൊട്ടപ്പനായിരുന്നു. ഒരു പുല്ലും സംഭവിച്ചില്ല എന്നുള്ളതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കഴിഞ്ഞില്ലേ, സ്വരാജ് മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിലും സാംസ്കാരിക നായകനായി ഈ പെണ്ണുപിടിയൻ പോയിരുന്നു സ്വരാജിന് വോട്ട് പിടിക്കാൻ. ജോയി മാത്യുമാരുടെ വായിൽ ആരോ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിനാൽ ഈ സംവിധായകനെതിരെ ഒരക്ഷരം മിണ്ടില്ല ജോയി മാത്യു. കാരണം ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളായിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്താ ജോയി മാത്യു പറയാത്തത്? അവിടെ നിലമ്പൂർ പോയി കൊണാന്ന് കുറെ സംസാരിച്ചല്ലോ. അവിടെ പറയാത്തെന്താ? ഇവിടെ ഇന്നലെ സാംസ്കാരിക നായകന്മാരായി വന്നതിൽ ഒരുത്തൻ തലസ്ഥാനത്ത് ഒരു വലിയ പെണ്ണുപിടിയനായിരുന്നു എന്ന് എന്താ ജോയി മാത്യു പറയാത്ത? ഡബിൾ സൈഡ് ടേപ്പ് ചൊട്ടിച്ചിരുന്നു. മിണ്ടില്ലാന്നേ, അവസരവാദികളല്ലേ. സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി ചുവന്ന ബോർഡ് വെച്ച കാറിൽ വ്യഭിചരിക്കാൻ നടക്കുന്നതിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ എന്റെ പേരിൽ പോക്സോ കേസ്. ഈ പെണ്ണുപിടിയൻ പ്ലാൻ ചെയ്ത് കൊടുപ്പിച്ച കള്ളക്കേസാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം എനിക്ക് ഈ പോക്സോ കേസ് കൊടുത്തിരിക്കുന്ന, പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ പേരറിയില്ല, ആ പെൺകുട്ടിയുടെ നാളറിയില്ല, നാടറിയില്ല, പിന്നെ അതിൻ്റെ അച്ഛൻ്റെ പേരറിയില്ല, അതിൻ്റെ വീട് എവിടെയെന്ന് അറിയില്ല, ഏത് ജില്ലക്കാരിയാണെന്നറിയില്ല. ആ ഒരു കൊച്ചിനെ കൊണ്ട് ചാനലിൽ കള്ളം പറഞ്ഞു എന്ന പേരിലാണ് എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കാനഡയിൽ നിന്ന് എന്തോ ഒരുത്തും ചോദിക്കണം എന്നോട്, എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, വോയിസ് മെസ്സേജ്. നിങ്ങൾ പോക്സോ കേസിലെ പ്രതിയല്ലേ? എടാ, നിന്റെ അച്ഛൻ 7 ജന്മം ജനിക്കണോ എന്നെ പോക്സോ കേസിൽ, അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ എൻ്റെ പേര് കേസെടുക്കണമെങ്കിൽ നിന്റെ അച്ഛൻ, ഈ മെസ്സേജ് അയച്ച കാനഡക്കാരൻ്റെ തന്ത 7 ജന്മം ജനിക്കണം. അത് അവൻ എന്നെ അറിഞ്ഞിടത്തുണ്ടായിരുന്നു അത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. മൊഴി കൊടുക്കാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന എന്നോട് സിനിമാ രംഗത്ത് ഒരുപാട് കഥകൾ CI സംസാരിച്ചു. അദ്ദേഹത്തിനും അറിയാവുന്ന നീണ്ടകരക്കാരനാണ് അദ്ദേഹം. ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. സിനിമയിൽ എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത് മിസ്റ്റർ ദിനേശ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചു. എന്നിട്ട് എൻ്റെ മൊഴിയെടുത്ത് വിട്ടു. കോടതിയിൽ നിന്ന് കവർ വന്നപ്പോൾ, കേസ് കോടതിയിലേക്ക് പോയല്ലോ, കവർ പൊട്ടിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പോക്സോ കേസിലെ പ്രതിയാണെന്ന്. അതുവരെ ഇത് നിലനിൽക്കുകയൊന്നുമില്ലാന്നേ, ഇത് ഈ കേസ് നമ്മൾ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിരിക്കുന്നത് പോക്സോ കേസാണ്. അപ്പോൾ പരിചയപ്പെട്ട ആ CA അന്വേഷിച്ച് ഞാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്ഥലം മാറിപ്പോയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഭരിക്കുമ്പോൾ എൻ്റെ പേരിൽ പോക്സോ വകുപ്പ് ചുമത്താൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു അരപ്പടം ചെയ്ത ഒരു കുള്ളൻ, നിർമ്മാതാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അരപ്പടയെ ചെയ്തിട്ടുള്ളൂ. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ വേറെ ആയിരുന്നു. ഇവൻ അരപ്പടയെ ചെയ്തുള്ളൂ. പക്ഷെ അവനാണ് സിനിമയെ മൊത്തം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ. അവനാണ് CIയെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയത്. ഇവനെ, ദിനേശിനെ പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിച്ച് കേസെടുക്കണം, പോക്സോ കേസ് തന്നെ എടുക്കണമെന്ന് വാശി പിടിച്ചത് ഇയാളായിരുന്നു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റായി എന്നല്ല, ഉത്തമ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ഞാൻ
പോക്സോ കേസിന്റെ പേരിൽ കോടതി കയറി ഇറങ്ങുന്നു. അതാണ് എനിക്ക് പിണറായി സർക്കാരിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കണമെന്നേ. ഞാൻ കൂടുതൽ പറയാൻ പോയാൽ എനിക്ക് പറയേണ്ടി വരും, ഞാൻ പിണറായി വിജയനെ പോലെ പോലും അല്ല, അതിനേക്കാളും അപ്പുറം സത്യസന്ധനായി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ ഞാൻ പോക്സോ കേസിലെ പ്രതിയായിട്ട് നെടുമങ്ങാട് പോക്സോ അതിവേഗ കോടതിയിൽ കയറി ഇറങ്ങും. ഇതൊക്കെ ഇവിടെ ഇപ്പം പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ, കുറെ പേരുടെ പേര് ഒരു വിവരം കേട്ടവള് പീഡകരായി പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു നടന്നാൽ, ഔദ്യോഗിക ഭാരവാഹിത്വങ്ങൾ വച്ചൊഴിയുന്നത് തുടർന്നാൽ അമ്മയിലെന്നും അഡ്ഹോക്ക് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പും മാത്രമേ ഉണ്ടാകൂ എന്നാണ് എനിക്ക് മോഹൻലാലിനോട് പറയാനുള്ളത്. ചിലരെ കുറിയിട്ട് മാറ്റി നിർത്തുന്നത് പോലെ വിവാദങ്ങൾ സൃഷ്ടിക്കലിന് വേണ്ടിയാണ് ഈ എല്ലാ ജില്ലയിലുമുള്ള ഒരുപാടുപെട്ട ആണുങ്ങളെല്ലാം എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഈ രാജി വയ്പ്പിക്കുന്ന പരിപാടി ഇനിയെങ്കിലും അമ്മ നിർത്തിയില്ല എങ്കിൽ അമ്മയിൽ എല്ലാ വർഷവും അഡ്ഹോക്ക് കമ്മിറ്റിയെ ഭരിക്കുകയുള്ളൂ, എല്ലാ വർഷവും തെരഞ്ഞെടുപ്പും വേണ്ടി വരും. ഇടവേള ബാബുവിന്റെ അപ്പൂപ്പന്റെ വകയല്ലല്ലോ അമ്മ. ആണോ? ഇതറിയാത്തവരാണോ മലയാളികൾ? അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾ ഇതറിയുന്നില്ലേ? ഇടവേള ബാബു ഈ കൂതറയെ പീഡിപ്പിച്ചതിന് പറയുന്നത്, അമ്മയിൽ അംഗത്വം നിനക്ക് ഞാൻ എടുത്തു തരാന്നെ, നീ എൻ്റെ കൂടെ കിടന്നാൽ മതി. എന്താ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തെടുക്കേണ്ട അമ്മയിലെ അംഗത്വം ബാബുവിൻ്റെ കൂടെ കിടന്നാൽ കിട്ടുമെന്ന് ഈ അമ്മയിലെ അംഗങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബാബുവിനെ അങ്ങനെയാണല്ലോ കുരുക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബു പിന്നെ വാ തുറക്കൂല, അതാണ് പ്രശ്നം. എന്നെ പോലെ ബാബു പച്ചയ്ക്ക് ചോദിക്കണ്ടേ? എൻ്റെ അച്ഛൻ്റെ വകയല്ലല്ലോ അമ്മ, ഞാൻ അവൾക്ക് ഫ്രീ ആയിട്ട് അമ്മയിൽ അംഗത്വം കൊടുക്കാനെന്ന് ചോദിക്കണ്ടേ? പക്ഷെ ബാബു പാവം എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് അയാള് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയി. വെളിവില്ലാത്ത ഒരുത്തി കാണുന്ന ചാനലുകളിലൊക്കെ അവള് ഏതൊക്കെ ചാനൽ നോക്കോ അവിടെയൊക്കെ ചെന്നിരിക്കുമല്ലോ. ചെന്നിട്ട് അമ്മയിൽ അംഗത്വത്തിനായി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട, എൻ്റെ കൂടെ ഒന്ന് കൂടിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ കൂടി എന്ന് പറഞ്ഞാൽ കുറെ ഭ്രാന്തന്മാർ അങ്ങ് ഇറങ്ങുകയാണ് ഇടവേള ബാബുവിനെതിരെ. പിറ്റേ ദിവസം മുതൽ പിന്നെ പറഞ്ഞ ബാബു ഒരു പെൺ പീഡകൻ എന്നാണ് പറഞ്ഞത്. അയാളുടെ പേരിൽ ഒരു കേസ് വന്നിട്ടില്ല. ഒരു പെൺകുട്ടി, മാന്യമായി ജീവിക്കുന്ന ഒരൊറ്റ പെൺകുട്ടികൾ അമ്മയിലുള്ള, അയാൾ 10-30 വർഷം അമ്മ കൊണ്ടു നടന്ന ആളല്ലേ. ജനറൽ സെക്രട്ടറി ആയിട്ട് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 30 വർഷം എന്തോ അമ്മ ഭരിച്ചവനാണ്. അയാളെ പറ്റി അമ്മയിലുള്ള ആരെങ്കിലും ഒരാൾ, ഇത് അമ്മയുടെ പുറത്തുനിന്നല്ലേ അമ്മയുടെ മാപ്പിളയെ കുറിച്ച് പറയണേ? കഷ്ടമായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതുണ്ടായ 10-30 വർഷം അമ്മയ്ക്കായി ജീവിച്ച ഇടവേള ബാബുവിനെ യൂട്യൂബർമാരും കള്ള സദാചാര പാലകന്മാരും കൊത്തിപ്പറിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന, എല്ലാവരെയും സമന്മാരായി കാണുന്ന ബാബുവിനെ ആശ്വസിപ്പിക്കാൻ, പിന്തുണ നൽകാൻ നന്ദി കെട്ട അമ്മയിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അയാളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഒരിക്കൽ ഞാൻ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ദിനേശ് ഞാൻ ആകെ തകർന്നു പോയി ദിനേശ്. ഞാൻ വിചാരിച്ചത് എൻ്റെ കൂടെ ഇത്രയും വർഷം 30 വർഷം ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചതാണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ദിനേശ്. വേണ്ടപ്പെട്ട ഞാൻ വിചാരിച്ച ഒരാളും എന്നെ വിളിച്ചില്ല എന്നാണ് അയാൾ പറഞ്ഞത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മധുസാറും ശാരദാമ്മയും ജയഭാരതിയും ഒക്കെ അമ്മയുടെ വക്താവായി ഇപ്പോഴും കാണുന്നത് ഇടവേള ബാബുവിനെയാണ്. ഫോൺ എടുത്താൽ മീശ താണു പോകും എന്ന് കരുതുന്നവന്മാരാണല്ലോ സിനിമാക്കാരിൽ ഭൂരിപക്ഷവും. ബാബുവിനെ നന്നായി വിമർശിച്ചിട്ടും ഞാൻ വിളിച്ചാൽ ബാബു ഫോൺ എടുക്കും. ഞാൻ ബാബുവിനെ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ അയാൾ എപ്പോൾ വിളിച്ചാലും അയാൾ ഫോൺ എടുക്കും. എനിക്കറിയാവുന്നവരെല്ലാം ബാബുവിൻ്റെ ഈ മര്യാദയെ പറ്റിയാണ് പറയാറ്. കാരണം ഏത് സമയത്തും വിളിക്കാം. അതുകൊണ്ടാണല്ലോ മധുസാറൊക്കെ എപ്പോഴും എന്ത് കാര്യത്തിനും വിളിക്കുന്നത്. ഞാൻ ഒരിക്കൽ മധുസാറിൻ്റെ വീട്ടിലിരിക്കും, മധുസാർ പറയാണ്, ആ അമ്മയിൽ എന്തെങ്കിലും സിനിമാ രംഗത്ത് എന്തെങ്കിലും എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ബാബുവിനെയാണ് വിളിക്കാറുള്ളത്. കാരണം അപ്പോൾ ബാബു ഫോൺ എടുക്കും. അതാണ് ബാബുവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന്. ബാബു 7 ജന്മമെടുത്താൽ എത്താൻ പറ്റാത്ത വാത്സ്യായനന്മാരുള്ള സിനിമാ രംഗത്ത് ഒരു ശിശുവായ ബാബുവിനെ ഒതുക്കാൻ പെണ്ണുപിടിയൻ ലേബൽ നന്നായി എതിരാളികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാന്ന് ആരെങ്കിലും പറയട്ടെ? കാമശാസ്ത്രത്തിന്റെ എല്ലാം കാണാപ്പാടം പഠിച്ച അരച്ചേലിക്ക് കുടിച്ചവന്മാർ അതിനകത്തുണ്ട്. അവരെ വെറും ശിശുവായ ബാബുവിനെ, ബാബു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അല്പസ്വല്പം വർത്തമാനത്തിലൂടെയൊക്കെയാണ് അശ്ലീലമൊക്കെ പറയാറ്. ആ ബാബുവിനെ ഈ പെണ്ണുപിടിയന്മാരെല്ലാം കൂടെ ഒതുക്കി എന്നുള്ളതാണ് സത്യം. അമ്മയില് ബാബു ഇല്ലാത്തത് പാവങ്ങളായ അഭിനേതാക്കൾ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, നന്നായി എന്ന് ഞാൻ പറയും. ബാബുവിനെ പോലെ ഒരു മുഴുവൻ സമയ പ്രവർത്തകന്റെ കുറവ് വരും നാളുകളിൽ അമ്മയിലുള്ള ഓരോ അംഗത്തിനും മനസ്സിലാവും. അത് ഒന്നുമില്ലെങ്കിലും സിനിമയില്ലാതെ വർഷങ്ങളായി വീട്ടിലിരിക്കുന്നവർക്കെങ്കിലും അത് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയൊരു രഹസ്യം ചൊല്ലട്ടുവാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വീട് കത്തുമ്പോൾ കഴുക്കോല് ഊരാമെന്ന് പറയുന്നത് പോലെ അമ്മയെ രക്ഷിക്കാനായി ഇപ്പോൾ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അമ്മയ്ക്കുള്ളിൽ അമ്മയുടെ പെൺമക്കൾ എന്നാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഹെഡിങ്, അവരുടെ പേര്.
അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയേ അടങ്ങൂ എന്ന് വാശിയുള്ള ഒരു കില്ലാടിയുടെ പിന്തുണയോടെയാണ് ഈ പെൺ ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഗ്രൂപ്പ് ലീഡറായി നടക്കുന്ന മഹതികളെല്ലാം എനിക്ക് നല്ല പരിചയമുള്ളവരായതിനാൽ ഞാൻ പേര് പറയുന്നില്ല. എല്ലാവരും എനിക്ക് നല്ല പരിചയമുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഈ അമ്മയുടെ പെൺമക്കളായി ഇപ്പോൾ ആർത്തട്ടഹസിച്ച് നടക്കുന്നത്. അവരിറക്കിയ ഒരു മെസ്സേജ്, എന്താ പറയുക, പോസ്റ്ററുണ്ട്. അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, നമുക്ക് പലരോടും അകത്തും പുറത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഗ്രൂപ്പിൽ ഇടരുത്. നിങ്ങൾക്ക് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പിൽ ഇടരുത് എന്നാണ് അവർ പറയുന്നത്. ആരെപ്പറ്റി എന്തെങ്കിലും അങ്ങനെ പറയണം എന്ന് തോന്നിയാൽ ഗ്രൂപ്പിലിടാതെ പേഴ്സണലായി മതി, അങ്ങനെ ഇട്ടാൽ മതി, വിളിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും വോയിസ് ടെക്സ്റ്റ് മെസ്സേജുകൾ ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും എന്നാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. അമ്മയും നടപടിയെടുക്കും എന്നാണ്. അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പെൺമക്കൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്. പക്ഷെ അമ്മ നടപടിയെടുക്കുമെന്നാണ് അതിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അറിഞ്ഞ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, സരയു എന്ന് പറഞ്ഞ നടി ഇനി അധികാരത്തിൽ ജയിച്ചു വരരുത്, ഭരണപക്ഷത്ത് ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ നുണകളോട് നുണകൾ പറഞ്ഞു ഒരു സംഘം പെണ്ണുങ്ങൾ, എല്ലാം ഉഗ്രം ക്യാരക്ടറുകളാണ്, അവരങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. സരയുവിനെ ഒതുക്കിയേ അടങ്ങൂ എന്നാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിട്ട് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് കാറോടിച്ച് വരുമ്പോൾ ഞാൻ അറിഞ്ഞത് അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പൂട്ടി. ഉദ്ഘാടനവും സമാപനവും എല്ലാം ഉടനെ ചൂടോടെ നടന്നു. അപ്പോൾ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പിന്റെ 16 അടിയന്തരം കഴിഞ്ഞു. ഞങ്ങൾ പറയുന്നതെല്ലാം നല്ല സെൻസിൽ എടുക്കണമെന്നും ഇമ്പോർട്ടന്റ് ടെസ്റ്റായി അവർ അറിയിക്കുന്നു. അമ്മയുടെ പെൺമക്കളിൽ നിന്നും 3 പേരെ നമുക്ക് ജയിപ്പിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന കില്ലാടികളായ 3 പേരെ ജയിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ അന്ത്യ അഭിലാഷം. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നമുക്ക് ഒരു അധികാരം കൂടി വേണം എന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നത് ബൈലയിൽ അമൈൻമെന്റ് ചെയ്ത് മാറ്റണമെന്നും ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും എനിക്ക് പ്രിയപ്പെട്ട ഒരമ്മയുടെ പൊന്നു മോള് പറയുന്നത് വോയിസ് മെസ്സേജായിട്ട് ഞാൻ അതിൽ നിന്ന് കേട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവസരങ്ങളില്ല, പ്രായമായി, അമ്മയുടെ കൈനീട്ടം വാങ്ങി മാസം 5000 രൂപ വാങ്ങിച്ച് പുട്ടടിക്കുകയാണ്. പക്ഷെ ഇപ്പൊ പറയാണ് ഞങ്ങൾ 5000 രൂപ വാങ്ങിക്കും, പക്ഷെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവണം. അപ്പോൾ അവിടുന്ന് പെൻഷൻ പറ്റിയവരൊക്കെ സ്ഥാനാർത്ഥിയാവാൻ പറ്റുന്നത് എങ്ങനെ? ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒരാള് പെൻഷൻ വാങ്ങിക്കുകയാണ്. ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ചിട്ട് പറയാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ബോണസ് തരണമെന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുമോ? ഇവർ പറയുന്നത് നമ്മള് കൈനീട്ടം വാങ്ങുന്നവരെയും സ്ഥാനാർത്ഥിയാകാനുള്ള അമെൻമെന്റ് നടത്തണമെന്നാണ് പറയണത്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബഹുരസമാണ് ആ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ്. പെൻഷൻ പറ്റിയ ആൾക്ക് ബോണസ് കൊടുക്കും പോലെ, അല്ലെങ്കിൽ ബോണസ് വേണം എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ മോഹം. അമ്മയുടെ പെൺമക്കൾക്ക് കൈനീട്ടവും വേണം, സ്ഥാനാർത്ഥിയാവണം എന്നാണ് ഇപ്പോഴവരുണ്ടാക്കുന്ന കലപില ശബ്ദം. അതിന് ജനറൽ സെക്രട്ടറി ആവാൻ മത്സരിക്കുന്ന ഒരു കില്ലാടിയുടെ, ഒരു മീശക്കാരന്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുന്നു. സംഘടനയിൽ നിന്നും നേരിട്ട അവഗണനകൾ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ ഓരോ പുഴുക്കുത്തുകൾ അമ്മയിലിരുന്ന് കാണിച്ച കാര്യങ്ങളും ഒക്കെയാണ് ഗ്രൂപ്പിൽ പറഞ്ഞത്. ഇത് ഇവിടെ കിടക്കണം. ഇവിടുന്ന് 1-2 വോയിസുകൾ പുറത്തു പോയിട്ടുണ്ട് എന്നറിഞ്ഞു. ഈ പുഴുക്കുത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച 1-2 വോയിസുകൾ പുറത്തു പോയിട്ടുണ്ട് എന്നാണ് ഈ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പിന്റെ എന്താ പറയുക തലപ്പത്തിരിക്കുന്നവർ അറിഞ്ഞിരിക്കുന്നത്. അതെടുത്തു കൊടുത്ത വ്യക്തികളെയും വ്യക്തമായിട്ട് അറിയാം. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞതും 1-2 വോയിസുകൾ എടുത്തു കൊടുത്തതും അറിഞ്ഞു. ശരിക്കും നെറുകേടും വൃത്തികേടുമാണ് ആ ചെയ്തത്. ഇനി ചെയ്താൽ ഞങ്ങൾ അറിഞ്ഞാൽ, അങ്ങനെ കൊടുത്തു ഞങ്ങൾ അറിഞ്ഞാൽ പബ്ലിക്കായി ആ വ്യക്തിയെ റിമൂവ് ചെയ്യും എന്ന് എൻ്റെ മറ്റൊരു അടുപ്പക്കാരി വേറൊരാൾ വോയിസ് മെസ്സേജ് ഇട്ടേക്കുന്നു. അങ്ങനെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തെടുത്ത് കൊടുത്താൽ, വോയിസ് മെസ്സേജ് എടുത്തു കൊടുത്താൽ നിന്നെ റിമൂവ് ചെയ്യും, പരസ്യ വിചാരണ നടത്തുമെന്നൊക്കെയാണ് പറയട്ടെ. വോയിസ് മെസ്സേജ് കേട്ടാൽ ചിരിച്ച് കൊണ്ടുപോകും. എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അയ്യോ, ഈ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ കുറെ പേര് രാജിവെച്ച് പോകുന്നു, കുറെ പേര് തെറി വിളിക്കുന്നു, കുറെ പേര് ഭീഷണിപ്പെടുത്തുന്നു, സരയുവിനെ കാണിച്ചു തരാമെന്ന് പറയുന്നു. സരയു എന്താണ് ചെയ്തതെന്നാണ്, സരയും ജോമോളും ഭയങ്കര ജാടയെന്നാണ് ഇവർ പറയുന്നത്.
ഇവർ ഈ തലമുത്ത ആളുകളായോണ്ട് ഈ കൈനീട്ടം വാങ്ങുന്ന കിളവികളല്ലേ, അതുകൊണ്ട് അവർക്ക് സഹിക്കുന്നില്ല. സരയു, ജോമോള് ഒക്കെ ഭയങ്കര ജാടയാണ്, നമ്മളെ മുഖത്ത് നോക്കൂല, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന് സരയു എന്തോ മറുപടി പറഞ്ഞു തോണു, പക്ഷേ ജോമോൾ ഇതുവരെയും മിണ്ടിയിട്ടില്ല. പണ്ടുള്ള ആൾക്കാർ പറയും പോലെ 2 മല ചേരും, 2 പെണ്ണുങ്ങൾ ചേരില്ല എന്ന് പറയുന്നത് 100% സത്യമാണ്. പെണ്ണുങ്ങൾ ചേരില്ല എന്നല്ല പഴമൊഴി, എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സീമാജി നായരുടെ ഒരു ഫോട്ടോ പോസ്റ്റിംഗ് അവിടെ വിഷയമായി. ഊർമിള ഉണ്ണിയുടെ പുതിയ സംരംഭമായ ഒരു തൈലത്തിന്റെ പരസ്യ പോസ്റ്റിംഗ് ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ വിവിധ കലാപരിപാടികളാണ് അമ്മയുടെ പെൺമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊർമിള ഉണ്ണിക്ക് സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതായപ്പോൾ അവർ സുരേഷ് ഗോപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് ഒരു തൈലം ഇറക്കി. നമ്മൾ ദേഹത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ സുരേഷ് ഗോപി തയ്ക്കുന്നുണ്ട്. നല്ല മണമുള്ള ആയുർവേദ തൈലം, മണമുള്ളതാണ്. ആ തൈലത്തിന്റെ പാവം അവർക്ക് ഈ അമ്മയുടെ പെൺമക്കൾ പോസ്റ്റിലിട്ടാൽ കുളിക്കാൻ നടക്കുന്ന 10 പെണ്ണുങ്ങൾ അത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ അവർക്ക് 10 പൈസ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും അവർ ആ പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് മൊത്തം സീമാജി നായർ ഏതൊരു ഫോട്ടോ പോസ്റ്റ് ഇട്ടു, അതുമൊക്കെ പ്രശ്നമായി. അങ്ങനെ മൊത്തം പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, അമ്മയുടെ പെൺമക്കൾക്ക് എന്തെങ്കിലും ഒരു യോജിപ്പുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു. ഷീലക നമ്പൂതിരി, മാലാ പാർവതി മുതലായവർ ഒന്നൊന്നായി ഇപ്പൊ ആരൊക്കെ പോയി, മായ വിശ്വനാഥ് എല്ലാം രാജിവെച്ച് പോവുകയാണ് അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന്. സരയുവിനെതിരെയും എന്തൊക്കെയോ ഇഷ്യൂസ് മക്കൾക്കിടയിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതങ്ങനെ പോവും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇഷ്യൂവും ഉള്ളവരൊക്കെ കാര്യക്കാരാവുന്നതൊക്കെ നമുക്ക് അമ്മയിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇടവേള ബാബുവിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി ഉപയോഗിക്കണം എന്നാണ്. ഇത്രയും ഡെഡിക്കേറ്റഡായ, എല്ലാവരെയും സമന്മാരായി കൊണ്ടു നടന്ന, സിനിമാ തിരക്കുകളും സ്വകാര്യ കെട്ടുപാടുകളും കുറവുള്ള മറ്റൊരാളെ അമ്മയ്ക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയും ഇടവേള ബാബു ഞാനും കൂടെയാണ് പീഡനത്തിന് പോണത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ സത്യസന്ധമായി പറയുന്നു, ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക നയിക്കാൻ ഉണ്ണികൃഷ്ണന് പകരം ഒരാളിനെ കണ്ടെത്താൻ കഴിയാത്തതുപോലെ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആവാൻ ഇടവേള ബാബു കഴിഞ്ഞേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അനുഭവസ്ഥരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ പറയും. എന്ത് കൊച്ചു കാര്യത്തിന് വിളിച്ചാലും ബാബു അപ്പോ അതിലിടപെടും. അമ്മ മെമ്പർമാരിൽ ഹേമ കമ്മിറ്റിയിൽ വന്ന പരാതിക്കാർ ഒഴികെ മറ്റെല്ലാവരും മാന്യന്മാരും സദാചാര പാലകരും സഹോദരന്മാരുമാണെന്ന മൗഢ്യമൊന്നും എനിക്കില്ല. ആ ഒരു പരിഗണന ഇടവേള ബാബുവിനും അർഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മോഹൻലാലോ വിജയരാഘവനോ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇടവേള ബാബു വീണ്ടും വന്നാൽ കഴിഞ്ഞ തെറ്റുകുറ്റങ്ങൾ തിരുത്തി അമ്മയ്ക്ക് മുന്നേറാനാകും. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടി ഇക്കാര്യം ചർച്ച ചെയ്ത് സമവായ നീക്കം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോറിങ്ങും കൂറങ്ങും എന്ന തരത്തിൽ ജീവിക്കുന്നവന്മാരെ വിശ്വാസത്തിൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് കുരിശിൽ കയറ്റിയ കുഞ്ഞാടുകളെ തിരുത്തി കൂടെ നിർത്തുന്നതാകും. മത്സരങ്ങളെല്ലാം ആരോഗ്യപരമാണ്. ആർക്കും മത്സരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ജയിക്കുന്നവരിൽ നിന്നും ഓരോ സ്ഥാനത്ത് വരേണ്ടവരെ കണ്ടെത്താം എന്നൊക്കെ ജനാധിപത്യം പറയാൻ നല്ല എളുപ്പമാണ്. മത്സരങ്ങൾ മനസ്സുകളിൽ വിള്ളലുകൾ വീഴ്ത്തും. കാരണം നമ്മൾ മനുഷ്യരാണ്, ഗാന്ധിമാരല്ലല്ലോ നമ്മളാരും. മാക്ടയിൽ എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. മാക്ടയിൽ സിബി മലയിലിന്റെ പാനലും ലോഹിതദാസിന്റെ പാനലും തമ്മിൽ പാണ്ഡവ കൗരവ യുദ്ധം പോലെ അന്ന് നടന്ന ആ മത്സരത്തിൽ ഒരു പങ്കാളിയായിരുന്നു ഞാൻ. കാരണം ഞാൻ സിബി മലയിലിന്റെ പ്രൊഡ്യൂസർമാരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ പാനലിന്റെ ശക്തനായ വക്താവായിരുന്നു അക്കാലത്ത് ഞാൻ. നീ ശക്തനെന്ന് പറഞ്ഞാൽ നീ ആരടാ, സിബി മലയിലിനേക്കാൾ മോളില്ല നീ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ സിബി മലയിലിനെ കാണുമ്പോൾ ചോദിക്കും. തിരുവനന്തപുരത്തെങ്കിലും ആ പാനലിന് വേണ്ടി ദിനേശ് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സത്യസന്ധനാണെങ്കിൽ, ഇപ്പൊ പെന്തക്കോസിലൊക്കെ ആണെങ്കിലും കള്ളം പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു, സത്യക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു, സിബി മലയിലിനോട് നിങ്ങൾ ചോദിക്കും, അദ്ദേഹം പറഞ്ഞു തരും. ഒരുപാട് പേരുടെ മനസ്സുകൾ വേദനിപ്പിച്ച നല്ല സ്നേഹിതരായിരുന്നതിനാൽ ആ മത്സരത്തോടെ ആ പ്രശ്നം അവസാനിച്ചു. കാരണം ലോഹിതദാസിനെ കണ്ടെത്തി. സിബി മലയിലിന്റെ സിനിമകളിലൂടെയാണല്ലോ ലോഹിതദാസ് അറിയപ്പെടുന്ന തിരക്കഥാകൃത്തായി മാറുന്നത്. ആ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അത് ശിഥിലമാക്കിയത് മാക്ടയിൽ 2 പാനലിൽ പരസ്പരം മത്സരിച്ചപ്പോഴായിരുന്നു. മാക്ടയുടെ ഹാർമണിയും അതോടെ നഷ്ടമായി. അതിനുള്ള ഇടവയ്ക്കലാകും അമ്മയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്നിനും കൊള്ളാത്ത ഒരു സാംസ്കാരിക സംഘടനയായി അധപ്പതിച്ച മാക്ടയിൽ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പ് മത്സരം കണ്ടില്ലേ? 22 അംഗ ഭരണസമിതിയിലേക്ക് വിമത ഗ്രൂപ്പായി മത്സരിച്ച 15 പേരിൽ 12 പേർ വിജയിച്ച് അധികാരം നേടി. കോടികളുടെ വരവും ചെലവുമുള്ള അമ്മ
ഈ വിജയവും പരാജയവും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അംഗങ്ങൾക്കാകണം എന്ന് ഞാൻ പറയും. നിനക്കെന്ത് കാര്യം, ഞങ്ങൾ അമ്മക്കാർ തീരുമാനിച്ചോളാന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ അമ്മയുടെ പെൺമക്കളൊക്കെ അല്ലെങ്കിൽ ആൺമക്കളും ഒക്കെ പറയും. പക്ഷേ ആ സംഘടന നിലനിൽക്കേണ്ടതാണെന്നേ. ഒരു നേരത്തെ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വാങ്ങാതെ ഒരു നേരത്തെ ചായ കുടിക്കാനോ ഒരു ഇൻസുലിൻ വാങ്ങാനോ എങ്ങോട്ടെങ്കിലും പോകാൻ ബസ് കൂലിക്കോ ഒക്കെ ഉപകരിക്കുന്ന 5000 രൂപ 350 പേർക്ക് കൊടുക്കുന്ന പെൻഷൻ പോലെ കൊടുക്കുന്ന ഒരു സംഘടനയാണ് കൈനീട്ടം എന്ന പേരിൽ കൊടുക്കുന്നത്. ആ സംഘടന നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം വർഷത്തിൽ 3 കോടിയിലധികം രൂപ ചെലവുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയെ അമ്മയുടെ പെൺമക്കളും അമ്മയുടെ ആൺമക്കളും എല്ലാവരും കൂടി അല്ലെങ്കിൽ അമ്മയുടെ കെട്ടിയവന്മാരും എല്ലാം കൂടെ ചേർന്ന് നശിപ്പിക്കാതെ, പരസ്പരം ചെളിവാരി എറിയാതെ, സരയുവും ഈ അമ്മയുടെ പെൺമക്കളുടെ തലപ്പത്തിരിക്കുന്ന ഈ തൈക്കളവികളുമായിട്ട് എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നേ. ആ കൊച്ചു പെൺകുട്ടിയെ അങ്ങനെ ഒരു കൺസെഷൻ കൊടുക്കട്ടെ. അതിന് പകരം അവളും ജോമോളും ഒക്കെ ഭയങ്കര തലക്കനമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരായി ദിവസവും രാജിവെച്ച് അവസാനം ഇന്നായപ്പോൾ അമ്മയുടെ പെൺമക്കൾ പൂട്ടി. ഇനി അമ്മ എന്നാണ് പൂട്ടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവരെല്ലാം കൂടെ ഈ കൈനീട്ടം വാങ്ങുന്നവർക്കെല്ലാം വോട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കണമല്ലോ. നല്ല രസമായിരിക്കും ആഗസ്റ്റ് 15-ന്. മോഹൻലാലിന് ശരിക്കും പറയാൻ കാണും. അതുകൊണ്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് വേണം മോഹൻലാൽ വരാനെന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾക്ക് തുണ വരാൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ സുരേഷ് ഗോപി ഉണ്ടാവില്ല, രോഗബാധിതനായതുകൊണ്ട് മമ്മൂക്കയും ഉണ്ടാവില്ല, മോറൽ സപ്പോർട്ട് വരാൻ ഇടവേള ബാബു ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിന് ശരിക്കും പിടിപ്പത് പണി കാണും. പിന്നെ ഉള്ളത് ടിന്നി ടോമൊക്കെയാണ്, ഇപ്പോഴത്തെ പുതിയ കഥാപാത്രമൊക്കെ. ബാബുരാജ് ഒക്കെ ആയിരിക്കും കൂടെ ഉണ്ടാവുന്നത്. എന്തായാലും മോഹൻലാൽ പക്വമായ ഒരു തീരുമാനം എടുക്കണം. അമ്മയുടെ ചെയർമാൻഷിപ്പ് മോഹൻലാൽ നിലനിർത്തണം. അമ്മ അംഗങ്ങൾ അങ്ങനെ ഏകണ്ഠമായി പറയുകയാണെങ്കിൽ മോഹൻലാൽ ഊരിപ്പോകരുത്. കാരണം പൊളിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണെന്നേ. ആരംഭ ശൂരത്വം കൊണ്ട് ഒരു വർഷമൊക്കെ ചിലപ്പോൾ ഉരുട്ടി പോകും, ഇത് വീണുപോകും. അതിനൊരു ഇട നൽകാതെ അമ്മയുടെ ഇലക്ഷൻ അമ്മയ്ക്ക് ശക്തി പകരുന്ന രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയുടെ പെൺമക്കളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് അതിലുണ്ട്. അവരാരും ഇനി ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോ എന്നെ തെറി വിളിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവൻ ആരും ഈ മെസ്സേജ് കൊടുത്തതെന്ന് പറഞ്ഞ് ഇനി ജോത്സ്യനെ വെച്ചൊന്നും നോക്കണ്ട. നിങ്ങളിലുള്ളവരായിരിക്കുമല്ലോ എനിക്ക് തരുന്നത്. വോയിസ് മെസ്സേജ് ആയാലും ലെറ്റർ മെസ്സേജ് ആയാലും എല്ലാം എനിക്ക് കിട്ടുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ കരുതിയാൽ മതി. ഇതൊന്നും അമേരിക്കയിലെ എന്താ പറയുക CIA രഹസ്യങ്ങൾ പുറത്തു പോകുന്നു, പിന്നെ അല്ലേ അമ്മമാരെ പെൺമക്കളുടെ വാർത്തകൾ പുറത്തു പോകാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവും ആരൊക്കെ ആകില്ല എന്ന് നമുക്ക് നോക്കാം. കുഞ്ചാക്കോ ബോബനെ പോലുള്ള ഒരു സൗമ്യ ഭാവമുള്ള മോശമല്ലാത്ത തിരക്കുള്ള, ഇപ്പം നല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ മനോഹരമായി ചെയ്ത അയാൾ നല്ല തിരക്കിലല്ലേ. അയാൾക്കൊന്നും അമ്മയെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. ഒരു 2 കമ്മിറ്റി കഴിയുമ്പോൾ അയാൾ മടുക്കും അയാൾക്ക്. അതുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സീരിയസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മയുടെ ഒരു മെമ്പറുടെ മൂത്രത്തിന് മഞ്ഞ നിറമാണ്, എന്ത് ചെയ്യണം സെക്രട്ടറി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ പെട്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാതിരാത്രി അഭിനയിച്ച് 10-11 മണിവരെയൊക്കെ അഭിനയിച്ചിട്ട് വന്ന് മേക്കപ്പൊക്കെ കഴിച്ച് കളഞ്ഞ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ ഭാര്യയോട് ചോദിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ഫോൺ കോൾ വരുന്നത്. ബോബൻ കുഞ്ചാക്കോ ഒന്ന് എണീക്ക്, ജനറൽ സെക്രട്ടറി എണീക്ക്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ മറ്റേ സെറ്റില്ലേ മറ്റവ എന്നെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളതിന് നാളെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ചാക്കോ ബോബന് ബുദ്ധിയുണ്ടെങ്കിൽ ഊരുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ അമ്മയുടെ ചെയർമാനായി മുന്നോട്ട് പോട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.